السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 പകുതിയോടടുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുൽഹജ്ജ് മാസത്തിന്റെയും ഇതിന്റെ 10 ദിവസങ്ങളുടെയും മുഴുവൻ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചൊല്ലുന്നത് മഹത്തായ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച മഹത്തായ ദിക്റുകളും അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്ർ 1 മുതൽ 10 വരെ പ്രത്യേകം സുന്നത്താണ് ഓതൽ. ഈ സൂറത്തുൽ ഫജ്ർ കൂടി ഓതി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. കഴിഞ്ഞ മജ്ലിസുകളിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പലരുടെയും മാതാപിതാക്കൾ 6 അടി മണ്ണിലാണ് മരണപ്പെട്ടവരാണ്. അല്ലാഹു അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്കൊക്കെ ഈ മജ്ലിസിന്റെ മിസ്ലായ സവാബിനെ നീ എത്തിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും നിർവഹിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്കും അതിനൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ദുആകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ആഖിബത്ത് നന്നായുള്ള നല്ല മരണം നൽകണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്, അതൊക്കെ നീ ഹാസുലാക്കി തരണേ അല്ലാഹ്, നീ ഹാസുലാക്കി തരണേ റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നീ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു പ്രയാസങ്ങളുള്ളവർക്കൊക്കെ നീക്കിത്തരണേ അല്ലാഹ്, കടങ്ങളുള്ളവർക്ക് വീട്ടിത്തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ദിക്റുകൾക്ക് ശേഷം നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നീ ഈ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി ഖബൂലാക്കണേ അല്ലാഹ്. إلى حضرة سيدنا ونبينا محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഉപദ്രവകാരികളായ പാമ്പ് പോലെയുള്ള ഏജന്തുക്കളിൽ നിന്നും മറ്റും പൂർണ്ണമായ കാവൽ ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മഹത്തായ ദിക്ർ ചൊല്ലുക. അഊദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ ആദ്യം നമുക്ക് സൂറത്തുൽ ഫജ്ർ ഓതാം. ദുൽഹിജ്ജയുടെ ആദ്യ 10 പ്രത്യേകം ഓതൽ സുന്നത്തുള്ള സൂറത്താണ്, ചെറിയ സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. എല്ലാവരും തെറ്റില്ലാതെ ഒരുമിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن
كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. അള്ളാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫജ്റിനെ നീ കബൂലാക്കണേ അല്ലാഹ്. വല്ല പോരായ്മയും തെറ്റുകൾ സംഭവിച്ചെങ്കിൽ നിന്റെ മഹ്ള് ഫള് കൊണ്ട് നീ അതൊക്കെ മാപ്പ് ചെയ്ത് പൂർണ്ണമായി കബൂലാക്കണേ അല്ലാഹ്. ഈദുൽ ഹിജ്ജയുടെ ആദ്യ 10 മുഴുവൻ പ്രതിഫലവും ലഭിക്കുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇനി നമ്മൾ ചൊല്ലുന്നത് വിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസം പ്രത്യേകം ചൊല്ലൽ പുണ്യമുള്ള, നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ കാരണമാകുന്ന മഹാനായ തുബറാനി ഇമാം രേഖപ്പെടുത്തിയ മഹത്തായ ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും തെറ്റില്ലാതെ ഒരുമിച്ച് ചൊല്ലുക. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും നീ പുറത്തു തരണേ റഹ്മാനേ. എല്ലാ തെറ്റുകളും നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. ആഖിറത്തിലേക്കൊന്നും നീ മാറ്റിവെക്കല്ല റഹ്മാനേ. എല്ലാവരും സ്ക്രീനിൽ നോക്കി ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു അദദദ് ദുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അംവാജിൽ ബുഹൂർ, لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر،
لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പ്രത്യേകമായ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. നീ മാപ്പാക്കണേ റഹ്മാനേ, നീ പുറത്തു തരണേ അല്ലാഹ്. ഇനി നമ്മൾ ചൊല്ലുന്നത് ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസം പ്രത്യേകമായി ചൊല്ലാൻ നിർദ്ദേശിച്ച 5 ദിക്റുകളാണ്. എല്ലാവരും സ്ക്രീൻ നോക്കി ചൊല്ലുക. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا أحدا صمدا لم يتخذ صاحبة ولا ولدا. أشهد أن لا إله إلا الله وحده لا شريك له أحد صمد لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. حسبي الله وكفى سمع الله لمن دعا ليس وراء الله المنتهى. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദിക്റുകളൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് വിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജും ഉംറയും
സിയാറത്തും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. നീ ഹാസിലാക്കി തരണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് 2-3 ഉമ്മമാർ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമില്ല, ഐക്യമില്ല, എന്നും കലഹങ്ങളാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, അവരുടെ വേദനകൾ നിനക്കറിയാമല്ലോ. എല്ലാം റാഹത്തിലാക്കി സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. സ്നേഹവും ഐക്യവും പരസ്പര സ്നേഹമുള്ള ദാമ്പത്യ ജീവിതം അവർക്ക് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്കും മറ്റ് ചെലവുകളിലേക്കും സംഭാവനകൾ നൽകിയവരുണ്ട്. ചെറിയ സംഖ്യകളും വലിയ സംഖ്യകളും അയച്ചവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനേ. അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരുടെയും മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഹാസിലാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, രോഗികളുടെ അജിലായി ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല ഉമ്മമാരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ തണൽ ദീർഘകാലം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, അതൊക്കെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അവരധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു വീട്ടാൻ അവർക്ക് എളുപ്പം ചെയ്തു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, സ്വന്തമായി വീടില്ലാത്ത എത്രയോ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, വീട് പണി തുടങ്ങിയവർ, തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, സ്ഥലം വാങ്ങി വർഷങ്ങളായവർ, അല്ലാഹുവേ, എല്ലാവർക്കും സൗകര്യമുള്ള നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. നല്ല വീട് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ വലിയ സ്നേഹവും ഐക്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മനസ്സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല റഹ്മാനേ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. മക്കളുള്ളവർക്ക് അവരെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ റഹ്മാനേ. ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. എഴുതുന്ന എക്സാമുകളിലൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനേ. ബുദ്ധിശക്തിയും ഗ്രാഹ്യശക്തിയും നൽകണേ അല്ലാഹ്. ഹിഫ്ള് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഗീബത്ത് നമീമത്തിൽ നിന്ന് കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാക്കണേ റഹ്മാനേ. ആഖിബത്ത് നന്നായുള്ള നല്ല മരണം നൽകണേ അല്ലാഹ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയൊക്കെ നാളെ ജന്നാത്തുൻ നഈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ദുആകൾക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനേ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.